കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി വിഷയം ചർച്ച ചെയ്യാൻ മന്ത്രി വീണ ജോർജ് നാളെ ദില്ലിക്ക് പോകും. TV പ്രസാദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, ഗുഡ് ഈവനിംഗ്. TV പ്രസാദ്, നാളെ മുതൽ സമരത്തിന്റെ രൂപവും സ്വഭാവവും ഒക്കെ മാറുകയാണ്. ഇന്ന് മന്ത്രിതലത്തിൽ നടന്ന ചർച്ചയടക്കം പരാജയപ്പെട്ടതോടെ കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണോ ആശാപ്രവർത്തകർ? സമരത്തിന്റെ രൂപവും ഭാവവും മാറുമോ നാളെ മുതൽ? ഗുഡ് ഈവനിങ് അരുൺ. ഇനിയിപ്പോൾ മറ്റൊരു തലത്തിലേക്ക് ഈ സമരം നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് 38ാമത്തെ ദിവസം ആശാവർക്കർമാർക്ക് ഇന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ആദ്യം അത് NHM ഡയറക്ടർ ഇവരുടെ ചർച്ചയ്ക്ക് വിളിച്ചതായിരുന്നു. ആ ചർച്ചയിൽ സർക്കാരിന് കൂടുതൽ നൽകാൻ പണമില്ല എന്നാണ് ഡയറക്ടർ പറഞ്ഞത്. ആ ചർച്ച അപ്പോൾ തന്നെ പരാജയപ്പെട്ടു. പിന്നീടും ഒരു പ്രതീക്ഷയുണ്ടായി. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചു. നിയമസഭയിലായിരുന്നു ചർച്ച. ആ ചർച്ചയിലും പണം കൂട്ടിത്തരാൻ നിർവാഹമില്ലെന്നും മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നുമായി മന്ത്രി. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നപരിഹാരം വേണ്ടെന്നും തൽക്കാലം നമ്മൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അത് പരിഹരിക്കണം എന്നുമാണ് ആശാവർക്കർമാർ മുന്നോട്ട് വെച്ചത്. നാളെ 39ാമത്തെ ദിവസം ഈ സമരം അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് പോവുകയാണ് അരുൺ. അങ്ങനെ ഒരു നിരാഹാരത്തിലേക്ക് ആശാവർക്കർമാർ പോയാൽ അത് സർക്കാരിന് വലിയ ഡാമേജ് ഉണ്ടാകും എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇന്നൊരു സംസാരത്തിന് മന്ത്രിയും NHM ഡയറക്ടറും തുനിഞ്ഞതെങ്കിൽ അത് നടന്നില്ല എന്നതാണ്. നാളെ എൻ്റെ കൂടെ നിൽക്കുന്ന ഈ ബിന്ദുവും ഈ തങ്കമണിയും മറ്റൊരാളും, മൂന്നാമത്തെ ആളുടെ പേര് ഷീജ, ഇവർ 3 പേരുമാണ് അരുൺ നിരാഹാരം അനുഷ്ഠിക്കാൻ പോകുന്നത്. നിരാഹാരമല്ലാതെ മറ്റൊരു വഴിയില്ല അല്ലേ? ഇല്ല, ഇത് ഞങ്ങൾ 39ാമത്തെ ദിവസമല്ലേ നിരാഹാരത്തിലേക്ക് പോകുന്നത്. ബാക്കി എല്ലാ സമരമാർഗങ്ങളും എടുത്ത് വേറൊരു ഘട്ടത്തിലേക്ക് എത്തിക്കാണ്. ഇതിനപ്പുറത്ത് ഇനിയൊന്നുമില്ല. ഇങ്ങനെ ഒരു മുൻപരിചയം ഉണ്ടാവില്ലല്ലോ അല്ലേ ഇങ്ങനെ ഒരു സമരം? മുൻപരിചയമില്ല, ഇത് ആദ്യമായിട്ടാണ് നിരാഹാരം കിടക്കുന്നത്. പിന്നെ നമ്മളെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്തിനും തയ്യാറാണ്. അപ്പം വിജയിക്കും വരെ നിരാഹാരം കിടക്കാൻ നമ്മൾ ആശമാർ എല്ലാവരും ഉണ്ട്. നാളെ 3 പേര്, ഞാനും ബിന്ദു ചേച്ചി, ഷീജ, അങ്ങനെ 39ാമത്തെ ദിവസം നിരാഹാരത്തിലേക്ക് കടക്കുമ്പോൾ മറ്റു തലത്തിലേക്ക് കൊണ്ടുപോവേണ്ടി വരുന്നു അല്ലേ സമരം? തീർച്ചയായിട്ടും സമരം ഒരു ഉയർന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതിനോടകം കേരളത്തിൽ ഈ 38 ദിവസവും ഞങ്ങളെ പിന്തുണച്ചു വന്ന ആളുകൾ, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ ധൈര്യമായിട്ട് പോന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മുഴുവൻ ആളുകൾ ഇവിടേക്ക് ഒഴുകി. ഇവിടെ കിട്ടിയില്ലെങ്കിൽ, ഈ സമരത്തിൽ കിട്ടിയില്ലെങ്കിൽ ഇനിയില്ല അല്ലേ? അതുകൊണ്ടാണ് ഇത് വാങ്ങിയിട്ടേ പോകുള്ളൂ. ഞങ്ങളുടെ നിശ്ചയദാർഢ്യം അത് തന്നെയാണ്. ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇത് വാങ്ങിയിട്ടേ പോവുള്ളൂ. അരുൺ, ആശാവർക്കർമാരുടെ ജോലി തുടങ്ങുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് 1-2 മണിക്കൂറുകൾ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ജോലികൾ മാത്രമായിരുന്നുവെങ്കിൽ ഇന്നൊരു ദിവസം പൂർണ്ണമായി എടുത്താലും തീരാത്തത്ര റിപ്പോർട്ടുകളാണ് ഇവർ മുകളിലേക്ക് കൊടുക്കുന്നത്. എന്തായാലും ആശാവർക്കർമാരുടെ സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എന്തായാലും വരുന്നുണ്ട്. പക്ഷേ എങ്ങനെ ഇവരാവശ്യപ്പെടുന്ന പണം കൊടുക്കും എന്നുള്ളിടത്താണ് ചർച്ചകൾ നിൽക്കുന്നത്. നാളെ നിരാഹാര സമരത്തിലേക്ക് കടക്കുമ്പോൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ റോഡ് ഉപരോധം കുറച്ചുകൂടി അഗ്രസീവായ നിലയിലേക്ക് ഈ സമരം പോകുമോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. താങ്ക് യു. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ആശാവർക്കർമാരുടെ സമരത്തിന്റെ രൂപവും സ്വഭാവവും മാറാൻ പോവുകയാണ്. നാളെ അവർ അനിശ്ചിതകാല സമരത്തിലേക്ക്, നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നു. ഇതിനിടയിൽ